ഹദീസിൽ തന്നെ കാണാം, ഈ വിഷയം പറഞ്ഞിട്ട് അവിടെ ചേർത്ത് പറഞ്ഞത് കാണാം, വൽ ഖംറു മാ ഖമറൽ അഖ്ല, ബുദ്ധിയെ മരവിപ്പിക്കുന്നതിനാണ്, ബുദ്ധിയെ മറച്ചു വെക്കുന്നതിനാണ് ഖംറ് എന്ന് പറയുക, കള്ള് എന്ന് പറയുക അതിനാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സിന പെരുക്കും, വ്യഭിചാരം പെരുക്കും, ഇൻഷാ അല്ലാഹ് അരുത്, സീമകൾ ലംഘിക്കരുത് എന്ന ഒരു വിഷയത്തിൽ തലക്കെട്ടിൽ ഇവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്. അത് മുഴുവനും അവിഹിത ബന്ധങ്ങൾക്കെതിരെയാണ് അന്ന് നമുക്ക് ശബ്ദിക്കാനുള്ളത്. പ്രധാനമായും വ്യഭിചാരത്തിന്റെ മുഴുവൻ വശങ്ങളും അന്ന് പറയും, അതിന്റെ ശിക്ഷയുടെ കടുപ്പം അന്ന് പറയും. നബി തങ്ങൾ പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം, എന്റെ ഉമ്മത്തിൽ ഒരു ഖൗമ് കടന്നു വരാനുണ്ട്, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ, യഥേഷ്ടം കള്ളും യഥേഷ്ടം പട്ടുവസ്ത്രവും അതുപോലെ തന്നെ യഥേഷ്ടം അവർക്ക് ഹറാമായ ഗുഹ്യസ്ഥാനങ്ങളും അനുവദിക്കുന്ന ഒരു ടീം വരുന്നുണ്ട്. വൽ മആസിഫ, സംഗീതോപകരണങ്ങൾ ഹലാൽ എന്ന മട്ടില് അതാ ഉപയോഗിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. കേട്ടോ, ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ അവര് പറയുന്ന സമിഅനാ വറഅയ്നാ മൻ യഫ്അലു ദാലിക്, നബി തങ്ങളുടെ ഈ പ്രവചനം പുലർന്നതായി, ഈ വേണ്ടാത്തരം ചെയ്യുന്നതായി നമ്മൾ തന്നെ ഇന്ന് ഉമ്മത്തിൽ കണ്ടിട്ടുണ്ട്. ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ഇബ്നു അറബി അത് പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്ത് പറയണം പ്രിയപ്പെട്ട കൂട്ടുകാരെ? നമ്മള് എന്ത് പറയണം? ഇന്ന് നമ്മൾ എന്ത് പറയണം? കണ്ടു എന്ന് പറഞ്ഞാൽ മതിയോ? പടച്ചോനെ, ഞങ്ങളുടെ മുമ്പിൽ ഇതാ പല്ലിളിച്ച് കിടക്കുന്നു, കയ്യും കാലും വെച്ച് കിടക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിന്റെ പുലർച്ച. അത് നമ്മൾ അനുഭവിക്കുകയാണ്. എവിടെ നോക്കിയാലും ഇന്നത്തെ പത്രം എടുത്തു വായിച്ചാൽ അതിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പെൺവാണിഭ കേസുകളില്ലാതിരിക്കില്ല, അവിഹിത ബന്ധങ്ങൾ രേഖപ്പെടുത്താതിരിക്കില്ല. ലൈംഗിക അരാജകത്വം രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അതിന് വരുന്നത് കൊണ്ട് അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിക്കണം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു ലക്ഷണം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങാടികൾ അധികരിക്കുക. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അങ്ങാടികൾ അധികരിക്കുമെന്ന് പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഒക്കെ മോശപ്പെട്ടതാവണമെന്നില്ല, നല്ലതും ഉണ്ടാവും. അങ്ങാടി അധികരിക്കുക എന്നത് അപകടകരമാണ്, എന്നാൽ ഗുണകരവുമാണ്. അത് ഒറ്റയടിക്ക് വിമർശിക്കാനും ഒറ്റയടിക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല, തള്ളാനും കൊള്ളാനും പറ്റില്ല. അങ്ങനെ പലതുണ്ട്. കാരണം ഖിയാമത്ത് നാളിന്റെ ലക്ഷണമായിട്ട് നബിതങ്ങൾ ഒരിക്കൽ പരിചയപ്പെടുത്തിയത് ഒന്ന് നബിതങ്ങളെയാണ്. എന്ത്? ഞാൻ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിത ലോകം എണ്ണുന്നത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ബിഅ്സത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ വന്നാൽ പിന്നെ ഖിയാമമാണ്, നബിതങ്ങൾ വന്നാൽ പിന്നെ അന്ത്യദിനമാണ്. കാരണം അവസാനത്തെ പ്രവാചകർ വന്നാൽ പിന്നെ ലോകം അവസാനിക്കാറായി എന്ന സന്ദേശമാണത്, സൂചനയാണത്, വ്യക്തമായ സൂചനയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം അപകടമാകണമെന്നില്ല, പക്ഷേ അതിൽ വളരെ മോശപ്പെട്ട സംഗതികളുണ്ട്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങാടികൾ അധികരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്നെയും നിങ്ങളെയും അറിയിക്കുകയാണ്, കച്ചവടത്തില് പെണ്ണുങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഫുശുവ്വു തിജാറ ഹത്താ തുഈനൽ മർഅതു സൗജഹാ അല തിജാറ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കച്ചവടം വ്യാപകമായിട്ട് ഭർത്താവിനെ സഹായിക്കുന്ന മട്ടിൽ പെണ്ണ് കച്ചവട രംഗത്തിറങ്ങും. ഭർത്താവിനെ സഹായിക്കാൻ പെണ്ണിറങ്ങും. ഇന്നത് മാറി മറിഞ്ഞിട്ട് സ്ത്രീ സാന്നിധ്യം കച്ചവട രംഗത്ത് വരുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ പ്രവചനത്തിന്റെ പുലർച്ച മാറി മറിഞ്ഞിട്ട് ഇന്ന് പെണ്ണിനെ സഹായിക്കാൻ ഭർത്താവ് പോയിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ബൂത്തിൽ നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എവിടെ നോക്കിയാലും ബൂത്തിൽ പെണ്ണാണ്. ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ ഇത്താത്തയാണ്, അല്ലേ? നിങ്ങൾ എവിടെ നോക്ക്, എവിടെ കയറിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതായിരിക്കും. എല്ലാ മേഖലയിലും ബൂത്തിൽ കയറിയാൽ പെണ്ണ്, കണ്ടക്ടർ നോക്കിയാൽ ഇത്താത്ത, ഡ്രൈവറും ചേച്ചി, ഇങ്ങനെ തുടങ്ങിയിട്ട് കാശിലിരിക്കുന്ന കാഷിയറും മങ്ക, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലായിടത്തും പെണ്ണ്.
പെണ്ണിന്റെ ഒരു ജ്വരം ഇത് നമ്മൾ കാണാൻ. പെണ്ണ് ഉടുപ്പില്ലാതെ അങ്ങാടിയില് പകുതി ഉടുത്തിട്ടും തീരെ ഉടുക്കാതെയും നടക്കുന്ന ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നഹും യറൗനഹു ബഈദ, ഇപ്പോഴും ജനങ്ങൾ ഖിയാമത്തിനെ കാണുന്നത് അങ്ങ് അകലെയാണ്. അല്ലാഹു പറയുന്നു വനറാഹു ഖരീബ, അത് അടുത്തിരിക്കുന്നു, ദാ 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 നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്നാണ് പടച്ചോനെ പറയുന്നത്. നമ്മൾ ഇപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഇത്തിഹാദുൽ മസാജിദി തുറുഖാ വമൗതുൽ ഫജ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പള്ളികളെ വഴിയോരങ്ങളാക്കുന്ന കാലം വരും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇഖ്തിറാബി സഅ, ഖിയാമത്ത് നാൾ അടുക്കുന്നതിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അൻ തുത്തഖദൽ മസാജിദു തുറുഖ, പള്ളികളെ വഴിയോരങ്ങളാക്കി മാറ്റുക. എന്താ പള്ളികളെ വഴിയോരങ്ങളാക്കി മാറ്റുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സാധാരണ നമ്മൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ കാണാറുണ്ട് വഴിയോര ഷെഡുകൾ. ഈ ഷെഡുകളെ പോലെ പള്ളികളെ കാണാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ കുഴങ്ങിയിട്ടുണ്ട്, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി പള്ളിയിൽ കയറാം, 4 റക്അത്ത് നിസ്കരിച്ചില്ല അല്ലേ? വെറുതെ ഇങ്ങനെ കടന്നു പോവാൻ. അങ്ങാടി വന്നപ്പോ മൂത്രമൊഴിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോണ കക്ഷികളുണ്ട് ഇല്ലേ? അൻതുത്തഖദൽ മസാജിദു തുറുഖ, 4 റക്അത്ത് അവിടെ കയറി നിസ്കരിക്കില്ല, മൂത്രമൊഴിക്കാൻ മാത്രം പള്ളിക്ക് പോവുക. എത്ര ആളുകളെ കാണാൻ നമുക്ക്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. തെറ്റിദ്ധരിക്കാൻ വയ്യ. ബസ് ജീവനക്കാരായ പലരും പലപ്പോഴും ഇങ്ങനെ നമുക്ക് കയറി വരുന്നു പോകുന്നൊക്കെ കാണാം. ഒന്ന് നിസ്കരിക്കാൻ ആ സമയത്തെങ്കിലും ഒന്ന് കയറാൻ മനസ്സ് കാണിക്കേണ്ടതുണ്ട്. ഞാൻ അവരെ മൊത്തം കുറ്റപ്പെടുത്തിയതല്ല. ബസ് ജീവനക്കാരുടെ കൂട്ടത്തിൽ എല്ലാ രംഗത്തും അതിനിപ്പോ ഒരു ജോലിയും ഇല്ലാതെ കിടന്നുറങ്ങി നിസ്കാരം കളയുന്നവരെത്ര? അത് ഇൻഷാ അല്ലാഹ് നിസ്കാരം വിശ്വാസിയുടെ പ്രഥമാടയാളം എന്ന ഒരു വിഷയം ഇവിടെ ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി പറഞ്ഞു ഖിയാമത്ത് നാൾ അടുക്കുന്നതിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് ഒന്ന് പള്ളികളെ വഴിയോരങ്ങളാക്കുക, വിശ്രമ കേന്ദ്രങ്ങളാക്കുക. പള്ളിത്തിണ്ടയിൽ കയറിയിരുന്നിട്ട് നിസ്കരിക്കാൻ വന്നവരല്ല, ഖുർആൻ ഓതാൻ വന്നവരല്ല, പള്ളിത്തിണ്ടയിൽ കയറിയിരുന്നിട്ട് വെടിവട്ടം പറയാനിരിക്കുന്നവർ കാരണവന്മാര്. തുത്തഖദൽ മസാജിദു തുറുഖ, ഏത് വെട്ടിക്കടയിൽ ഇരുന്ന് വടായി പറയും പോലെ പള്ളിയിലെ തിണ്ടയിൽ ഇരുന്നിട്ട് വടായി പറയാം. ആ പള്ളിയിൽ വരുമ്പോ ഖുർആൻ ഓതാ സ്വലാത്തിയല്ല, അവിടെ ഇബാദത്തിന്റെ സ്ഥലമാണ്. ആ ബോധമില്ലാതെ പോകുക. അതൊക്കെ ഒരു വിശ്രമ കേന്ദ്രങ്ങളായി മാറുന്ന കാലം വരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅൻ യദ്ഹറ മൗതുൽ ഫജ്അ, പെടുന്നനെയുള്ള മരണം വർദ്ധിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി. അത് പറയേണ്ടതില്ലല്ലോ, ഇതൊക്കെ എന്തിനാ വിശദീകരിക്കുന്നത്? ഇന്ന് എല്ലാ മരണങ്ങളും പെട്ടെന്നാണ്. ആകസ്മിക മരണങ്ങളെയും ഉള്ളൂ. ഒക്കെ പെട്ടെന്നുള്ള മരണം. പടച്ചോനെ പെട്ടെന്ന് മരിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഒരു 2 ആഴ്ചയെങ്കിലും കിടന്ന് ഞങ്ങളെ പാപം പൊറുപ്പിക്കാനുള്ള അവസരം പടച്ചോനെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. കുറ്റവാളികളോട് ചോദ്യത്തിന് പോലും നിങ്ങളൊന്ന് നന്നാകുമോ എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അള്ളാഹു ശിക്ഷിക്കുന്നു ഖുർആനിൽ പറയുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ ചിലർ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ? തീരെ കിടത്താതെ ഒറ്റയടിക്ക് അടിച്ചങ്ങോട്ട് പോവുക. പെട്ടെന്ന് മരിച്ചാലൊക്കെ അങ്ങനെയാണെന്നല്ല, കുറ്റവാളികൾ മരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരവസരം പോലും കൊടുക്കാതെ, നന്നാകാനുള്ള അവസരം കൊടുക്കാതെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ട. പടച്ചോനെ ഞങ്ങളെ നീ ഒരു 2 ആഴ്ചയെങ്കിലും കിടത്തിയിട്ട് ആ സമയത്ത് രോഗിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചു. പടച്ചോനെ കുറച്ചു കാലം കിടന്നു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതേ സമയം പടച്ചോനെ കുടുംബത്തിനും അടുത്ത് സർവ്വസ്ഥലങ്ങളിലും വേദികൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ദുആ ചെയ്യാൻ ഞങ്ങളെ സ്വന്തം മക്കൾ പറയാ, പാപ്പ 2 കിട്ടണം. നീ ഒരവസ്ഥയിലേക്ക് പടച്ചോനെ ഞങ്ങളെ നീ നീട്ടിയിടരുത് റഹ്മാനെ, ഞങ്ങളെ നീ നീട്ടിയിടരുത് റഹ്മാനെ. കുടുംബത്തിനും അടുപ്പിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ നീട്ടിയിടരുത് റഹ്മാനെ. അതേസമയം ഞങ്ങളെ കുറ്റങ്ങളൊക്കെ ഒന്ന് ഏറ്റുപറയാൻ തൗബക്കൊരു അവസരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം ഗുണകരമല്ല, എന്നാൽ അത് ദോഷമേ ആകൂ എന്ന് വിലയിരുത്താനും പറ്റില്ല. രണ്ടും ഉണ്ടാവും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാളാകുമ്പോൾ അത് കൂടിക്കൂടി വരും. മുസ്നദു തയാലസിയില് ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരായ ആളുകൾ മുഴുവനും പഠിപ്പിക്കുന്നത് അൽ ഇസ്തിഖ്ഫാഹു ബിദ്ദം. മറ്റൊരു ലക്ഷണം പണ്ഡിതന്മാർ പഠിപ്പിച്ചു, രക്തത്തെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചുടുചോരക്ക് പച്ചവെള്ളത്തിന്റെ വില നൽകാതിരിക്കാം. ഇത് കാലഘട്ടത്തിന്റെ ഒരു മഹാമുസീബത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ശേഷം ഒരു കാലം വരാൻ പോകുന്നുണ്ട്. അന്ന്
വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ സാക്ഷി. ലയഅതിയന്ന അലന്നാസി സമാൻ, ഉമ്മത്തിനൊരു കാലം വരാൻ പോകുന്നുണ്ട്, ജനങ്ങൾക്കൊരു കാലം വരാൻ പോകുന്നുണ്ട്. ലാ യദ്രിൽ ഖാതിലു ഫീ അയ്യി ശൈഇൻ ഖതല, കൊന്നവനറിയൂല എന്തിനാണ് ഞാൻ ഈ പാവത്തെ കൊന്നത്. വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ശൈഇൻ ഖുതില, കൊല്ലപ്പെട്ടവനറിയില്ല ഞാൻ എന്തിനാണ് ഈ കൊല്ലപ്പെട്ടത്, ഞാൻ എന്തിനാണ് വധിക്കപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയില്ല, ഞാൻ എന്തിനാണ് കൊന്നത് എന്ന് കൊലയാളിക്കും അറിയില്ല. അങ്ങനെ ഒരു കാലം വരാനുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ പച്ചയായി ഇങ്ങനെ കിടക്കാട്ടോ. ജീവൻ എന്തൊരു വിലയാണ് ഇസ്ലാം നൽകിയത്. ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവാൻ പാടില്ല. ചെറുവാടിയിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്, കൊടിയത്തൂരിനടുത്ത് നിന്നാണ് പ്രസംഗിക്കുന്നത്. ബോധപൂർവം ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇടക്ക് വലിയ ചർച്ചയുണ്ടാക്കിയതാണ് സദാചാര പോലീസ്. വളരെ ഗൗരവത്തോടെ കാണണം. തിന്മയെന്നും തിന്മയായിട്ട് കാണണം, തിന്മയെന്നും വിമർശിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ നിയമം കയ്യിലെടുക്കുന്ന ഈ രീതി ഒരിക്കലും ആശ്വാസകരമല്ല, ഒരിക്കലും ആശ്വാസകരമല്ല. ശരീഅത്ത് പഠിപ്പിച്ചു എന്ന് നോക്കിയിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ. ഒരിക്കലും ഒരു ഇസ്ലാമിക ഭരണമുള്ളിടത്ത് തന്നെ ഒരാൾ വ്യഭിചരിച്ചു, അയാൾ വിവാഹിതനുമാണ്, അപ്പോഴാണ് എറിഞ്ഞുകൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞൊരു സ്ഥലം അല്ലേ. എങ്കിൽ പോലും ഖാദിക്ക് അതിന് അധികാരമുള്ളൂ, വേറൊരാളാ നിയമം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഖാദി ഏൽപ്പിക്കണോ, അല്ലെങ്കിൽ ആ പരിപാടി പറ്റില്ല. പക്ഷേ ഇത് ഖുർആൻ പറഞ്ഞതാ. മനഃപൂർവ്വം ഒരു മൂമിനെ കൊന്നവന് ജഹന്നമാണ്, നരകമാണ് അവനുള്ള പ്രതിഫലം എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാ. എന്നിട്ട് അവിടെ 100 ആളെ കൊന്നവന് തൗബയില്ലേ എന്ന ചർച്ചയിൽ പറയുന്നു, ഖാലിസായ തൗബ, നസൂഹായ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കും. അതിന് കുറച്ചൊന്നും കണ്ണീരുകൊണ്ട് മുഖം കഴുകിയാൽ മതിയാകൂല. ഒരു ജീവൻ ഹനിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം വളരെ കടുപ്പത്തിലാ കാണുന്നത്. നോക്കൂ നിങ്ങൾ, അംർ ഇബ്നു ശരീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ശരീദ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പ പറഞ്ഞു. എന്താ പറഞ്ഞത്? സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുത്തു നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? മൻ ഖതല ഉസ്ഫൂറ, ഒരു കുരുവി കുഞ്ഞിനെ ഒരാൾ കൊന്നാൽ, കേട്ടോ, ഇസ്ലാമിന്റെ വിശാലമായ മാനവികത തിരിച്ചറിഞ്ഞോളൂ. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യത്തെ അടുത്തറിഞ്ഞിട്ടില്ലാത്തവർ കേൾക്കേണ്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറയാണ്, മൻ ഖതല ഉസ്ഫൂറ, ഒരു കുരുവിക്കുഞ്ഞിനെ ഒരാൾ കൊന്നുകളയുകയാണെങ്കിൽ, കുരുവിക്കുഞ്ഞിനെ എന്തിന്? അബസ, അനാവശ്യമായിട്ട്, ഒരു കാരണവുമില്ല. ആ കുരുവിക്കുഞ്ഞിനെ ഭക്ഷിക്കാൻ വേണ്ടി കൊലപ്പെടുത്തുന്നത്, അറുത്ത് കളയുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അബസ, വെറുതെ ഒരു കുരുവിക്കുഞ്ഞിനെ കൊന്നുകളഞ്ഞാൽ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആ കുരുവി അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു വരും, കരഞ്ഞ് സങ്കടം പറഞ്ഞു വരും. അജ്ജ എന്ന് പറഞ്ഞാൽ റഫഅ സൗതഹു ബിശികായതി, സങ്കടം പറഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ പക്ഷി വരും. പടച്ചോനെ, യഖൂലു യാ റബ്ബി ഇന്ന ഫുലാനൻ ഖതലനി അബസാ, ഇന്ന ഫുലാനൻ ഖതലനി അബസാ, പടച്ചോനെ, ഇന്നാലിന്ന അബൂബക്കർ, ഇന്നാലിന്ന ജഅഫർ എന്നെ കൊന്നു പടച്ചോനെ, അബസ, വെറുതെ കൊന്നു. കാര്യത്തിന് നീ അനുവദിച്ചതുപോലെ കാര്യത്തിന് കൊല്ലുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. വലം യഖ്തുൽനി ലിമൻഫഅ, എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയല്ല അയാൾ എന്നെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാമായിരുന്നു, അത് നീ മനുഷ്യർക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അതല്ലാതെ അന്യായമായൊരു കുരുവിയുടെ ജീവൻ എടുത്താൽ അത് വളരെ ഗൗരവമുള്ള കേസാണ്. എന്നാലോ ന്യായമായും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചാലോ അത് കാരണം ഒരു വേശ്യപ്പെണ്ണ് സ്വർഗത്തിൽ കടന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പട്ടിക്ക് വെള്ളം കൊടുത്ത് ജീവൻ രക്ഷിച്ചതിന്റെ പേരില് ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ലൈനിൽ കുടുങ്ങിയ കൊറ്റിയെ രക്ഷിച്ചതൊരു മഹാസംഭവമാണ് അല്ലേ? ലൈനിൽ കുടുങ്ങിയ കൊറ്റിയെ രക്ഷിച്ചു. നാട്ടുകാര് ലൈൻ ഓഫാക്കിയിട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈൻ ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ 15 മിനിറ്റ് നേരം ഇരുട്ടിലാക്കി അവരുടെ സൗകര്യങ്ങളൊക്കെ മുടക്കി നടത്തും. എന്നിട്ട് നിർത്തിയിട്ട് ഇതിനെ രക്ഷിച്ചു. പന്തീരങ്കാവ് നമ്മളിപ്പോ വായിച്ചു, ഇന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും.
വലിയൊരു വാർത്തയാണ്, മുൻ പേജിലാണ്. എന്ത് ഇത്ര പ്രാധാന്യം വരാൻ കാരണം? ജീവൻ അത്രയും വിലയാ, ജീവൻ അത്രയും വിലയാണ്. നമ്മളോ ഈ ജീവന് വില കാണാത്ത ഒരാള് ലൈനിൽ കുരുങ്ങി പെടഞ്ഞു മരിക്കുന്ന ഒരു കൊച്ചിയുടെ ജീവനോട്, ആ കൊക്കിന്റെ ജീവനോട് ഒരു വേദനയും തോന്നൂല. അയാൾ വളരെ സുന്ദരമായിട്ട് അയാളെ മൊബൈലിൽ പകർത്തുവാരെങ്ങും അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ട് ആക്സിഡന്റ് നടന്ന നടു റോട്ടിൽ പെടയുമ്പോ അപ്പൊ മൊബൈലിൽ അത് പകർത്താനുള്ള ശ്രമ. വല്ലാത്ത സങ്കടം തോന്നിപ്പോറുണ്ട് ഈ ഫോട്ടോഗ്രാഫർമാരുടെ ഈ ഒരു കടന്നുകയറ്റം എല്ലായിടത്തും അല്ലേ? ഇത് വല്ലാത്തൊരു സംഗതിയാണ്. ഞാൻ പറയുന്നത് ഒരു നിലക്കും ഈ സംഗതി നേരിട്ടൊരു ഫോട്ടോഗ്രാഫർ ആകലൊരു സുഖകരല്ലാത്ത ആളുകൾ പോലും ഈ ഫോട്ടോഗ്രാഫർമാരാകുമ്പോൾ വല്ലാത്തൊരു വേദന. സത്യത്തിൽ കണ്ടുമടുത്തതുകൊണ്ട് പറയാം, വല്ലാത്ത വേദന. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യപ്പറ്റ് തകർന്ന, മനുഷ്യന്റെ ജീവനോടുള്ള ആ സ്നേഹം തകർന്നു പോയ മനുഷ്യൻ, ആ മനുഷ്യൻ ഇത് കൗതുകത്തോടെ കണ്ടു നിന്ന് ആസ്വദിക്കും. അല്ലാത്തവനോ ജീവന് വില കാണും. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇനി പെണ്ണുങ്ങളുടെ രംഗപ്രവേശം ഇന്ന് പറയാൻ സമയമില്ല, നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതുപോലെ തന്നെ മക്കളെ പോറ്റുന്നതിനേക്കാൾ പട്ടികളെ പോറ്റൽ നല്ല കാലമാകുന്ന കാലം എന്ന് റസൂലുള്ളാഹി പ്രവചിക്കുകയാണ്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം. അതൊക്കെ നമുക്കൊന്ന് പറയാം, നാളെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.